ഞങ്ങളെ സ്വയം പരിചയപ്പെടുത്തട്ടെ. ഞങ്ങൾ 2 കുഞ്ഞ് ക്യാരറ്റ്, ഞങ്ങൾ 3 കുഞ്ഞ് സവാള, ഞങ്ങൾ 5 പച്ചമുളക്, ഞങ്ങൾ 2 ഉണക്കമുളക്, ഞങ്ങൾ 2 തക്കാളി ചോപ്പറിലിട്ട് അടിച്ചത്. മനസ്സിലായോ കൂട്ടുകാരെ? പാചകം ചെയ്യാൻ റെഡിയായിരിക്കുന്ന ഞങ്ങളെ കാണാൻ പൊളിയല്ലേ? ഞങ്ങളുടെ കൂട്ടുകാരായി എത്തുന്നത് ആരൊക്കെയെന്നറിയാവോ? ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മസാല, തേങ്ങാപ്പാൽ. മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവം തന്നെയാണ് കാണിക്കാൻ പോകുന്നത്. ഇന്ന് കടലക്കറിയാണ് ഉണ്ടാക്കുന്നത്. എല്ലാവരും വിചാരിക്കും, ഞങ്ങൾക്ക് കടലക്കറി ഉണ്ടാക്കാൻ അറിയാമല്ലോ. പക്ഷെ ഇതിന് ഒരു ചെറിയ പ്രത്യേകത ഉണ്ടെന്ന് തോന്നുന്നു. ഡിയർ ഫ്രണ്ട്സ്, അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. നമ്മളെല്ലാവരും തന്നെ കടല തലയ്ക്ക് ദിവസം കുതിർത്ത് വെക്കാറുണ്ടല്ലോ. അങ്ങനെ കടല തലയ്ക്ക് ദിവസം കുതിർത്ത് വെച്ച് കഴിയുമ്പോൾ പിറ്റേ ദിവസം രാവിലെ ചിലപ്പോൾ ഒരു ടിപ്പാണ് ഞാൻ പറയുന്നത്. പിറ്റേ ദിവസം ചിലപ്പോൾ രാവിലെ നമ്മൾ എന്തെങ്കിലും കേസിൽ അത് പാചകം ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ നമ്മളത് നേരെ ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കും, ഇല്ലേ? ഞാൻ വെച്ചിട്ടുണ്ട്. എനിക്കൊരു എക്സ്പീരിയൻസ് അങ്ങനെ ഉണ്ട്. അത് കാരണമാണ് ഞാനിത് പറയുന്നത്. ചിലർ വയ്ക്കില്ലായിരിക്കും. ചില വീട്ടമ്മമാരത് അങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെ വരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കടല വേവിക്കാൻ നോക്കിയാൽ ഒരു തരത്തിൽ വേവത്തില്ല. അത് എത്ര നമ്മൾ കുക്കറിലിട്ട് വിസിൽ കേട്ടാലും അത് വേഗത്തില്ല. അപ്പോൾ അതിനൊരു പരിഹാരം എന്താണ്? നമ്മൾ രാവിലെ തന്നെ അല്ലെങ്കിൽ കുറച്ച് നേരം കഴിഞ്ഞിട്ടാലും അത് വേവിച്ച് മാറ്റി വെക്കുക. വേവിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചാലും കുഴപ്പമില്ല. പിന്നെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എടുത്താൽ മതിയല്ലോ. ഇപ്പം ഞാൻ കടല നേരത്തെ വേവിച്ച് വെച്ചിരുന്നു. അതെങ്ങനെ വേവിച്ച് വെച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും തന്നെ കടല വേവിച്ച് വെക്കുമ്പോൾ ഉപ്പിട്ട് തന്നെയാണ് വേവിക്കുന്നത്. അത് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. പക്ഷേ ഈ കടല ഞാൻ വേവിച്ച് വെച്ചത് ഇങ്ങനെയാണ്. അതായത് ഇച്ചിരി മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ച് വയ്ക്കും. ഈ കടലക്കറി അങ്ങനെയാണ് വെക്കുന്നത്. ഇതൊരു പക്ഷേ ഒട്ടുമിക്ക പേർക്കും അറിയാമായിരിക്കും. പക്ഷേ ന്യൂ കമേഴ്സ് ഉണ്ടല്ലോ എപ്പോഴും, അവർക്ക് ഒരു പ്രത്യേകിച്ചൊരു എക്സ്പീരിയൻസ് ഇല്ലാത്തവരും കാണുമല്ലോ. അവർക്കും കൂടെ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. ഇനി നമ്മൾ ഓരോരോ സാധനങ്ങളായിട്ട് ഇടുവാണേ. നമ്മൾ ചോപ്പർ വെച്ചിട്ട് സവാള എടുത്താൽ, സവാള സാധനം നമ്മൾ സ്ക്വയറായിട്ട് കണ്ടിക്കുന്നവരുണ്ട്, നീളത്തിൽ കണ്ടിക്കുന്നവരുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഇത് ഒരു തോരൻ പോലെയാണ് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ പച്ചമുളകും കൂടെ അങ്ങിട്ട് കൊടുക്കാം. ഇത് ഇടത്തരം ഒരു 3 സവാളയാണ്. 2, 3, 4 പച്ചമുളകും. 4 ചെറിയ ഉണ്ട പച്ചമുളകാണ് ഇത്. ഉണ്ട പച്ചമുളക്, 4 ചെറിയ ഉണ്ട പച്ചമുളക്. ഈ കടല നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്നത് കൊണ്ട് കറി ഉണ്ടാക്കാൻ എളുപ്പമാണ്. അരിഞ്ഞും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മിക്കവാറും എല്ലാ കറികളും അങ്ങനെ തന്നെയാണ്. അരിഞ്ഞു കഴിഞ്ഞാൽ പകുതി ജോലി കഴിഞ്ഞു. പകുതി എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു 75% ജോലി കഴിഞ്ഞു അരിഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അടുത്ത ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അരയ്ക്കുക എന്നുള്ളതാണ്. പണ്ടുള്ളവർക്ക് അതൊരു ടാസ്ക് തന്നെ ആയിരുന്നു, തേങ്ങ തിരുമ്മി കല്ലേ കൊണ്ടുപോയിട്ട് അരയ്ക്കുക എന്നുള്ളത്. പക്ഷെ ഇപ്പം അതും ഒരു ടാസ്ക് അല്ല. ഇപ്പം അത് മിക്സിലല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് അതൊരു വലിയ കാര്യമല്ല. സത്യം പറഞ്ഞാൽ പാചകം എന്ന് പറയുന്നത് വളരെ മനോഹരമായ ഒരു കല തന്നെയാണ്. അത് യഥാർത്ഥത്തിൽ ഉൾക്കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിക്കുന്നവരുടെ വയറും നിറയും, മനസ്സും നിറയും. പക്ഷെ അത് ആത്മാർത്ഥമായിട്ട് ഉണ്ടാക്കാനുള്ള ഒരു സമയം മാത്രം നമുക്ക് കിട്ടിയാൽ മതിയേ. എല്ലാവർക്കും പല രീതിയിലും പാചകം ചെയ്യാൻ നമ്മൾ വീട്ടമ്മമാർക്ക് എല്ലാവർക്കും അറിയാം.
ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റാണ്, ഓരോരുത്തരുടെ കയ്യിലും കാണും ഓരോ ടിപ്പ്. അപ്പോൾ അതൊരു പ്രത്യേക കഴിവ് തന്നെയാണ്. പക്ഷെ ഒരാൾക്കറിയാവുന്നത് മറ്റൊരാൾക്ക് അത് കണ്ടും കേട്ടും മനസ്സിലാക്കുന്നതല്ലേ. ഇനി നമ്മൾ സാധാരണ ഉള്ളി വഴറ്റുമ്പം ചെയ്യുന്നത് പോലെ തന്നെ നമ്മളൊരു ശകലം ഉപ്പിട്ട് കൊടുക്കണം. ഇനി നമ്മളുടെ അടുത്ത ഒരു സ്റ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമുക്ക് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം, അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെയാണ്. ഇതിവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. ഈ തേങ്ങ ഇങ്ങനെ ഇടുന്ന, തേങ്ങ കൊത്ത് കടിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമാണ്. അതുകൊണ്ട് കുറച്ച് തേങ്ങ, കുറച്ചെന്ന് പറയുമ്പോൾ കണ്ടല്ലോ, ഒരു പിടി ഇങ്ങനെ പൂളിയത്, ഒരു പിടി തികച്ച് വേണ്ട. എണ്ണ വളരെ കുറച്ചാണ് ഉപയോഗിച്ചിരുന്നത്. നമുക്ക് ഇച്ചിരി കൂടെ വേണമെങ്കിൽ ഒഴിക്കാം. ആ പരുവം പോലെ നമ്മൾ എപ്പോഴും ഒഴിച്ചാൽ മതി. ആദ്യമേ ഒരുപാട് എണ്ണ നമ്മൾ ഒഴിക്കണ്ട, അപ്പോൾ കൂടുകയില്ല കുറയുകയില്ല. ആദ്യമേ ഒരുപാട് ഒഴിച്ച് പ്രശ്നമാവണ്ട. ഞാൻ ഉപയോഗിക്കുന്നത് തവിടെണ്ണയാണ്. ഞാൻ വെളിച്ചെണ്ണ നമ്മൾ അവസാനം കറികളൊക്കെ വാങ്ങി വെക്കുമ്പോൾ ഒഴിക്കാറില്ലേ വെളിച്ചെണ്ണ. മീൻ വെന്ത് കഴിയുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒന്ന് കറക്കി ഒഴിക്കാറുണ്ട് പണ്ടുള്ള അമ്മമാർ. അതുപോലെ തന്നെ ഇപ്പോഴും ഞാൻ എല്ലാ കറികൾക്കും അങ്ങനെ ലാസ്റ്റ് സ്റ്റേജിൽ ഞാൻ യൂസ് ചെയ്യും. പക്ഷെ കൂടുതലും കറികൾക്കും എല്ലാം ഉപയോഗിക്കുന്നത് തവിടെണ്ണയാണ്. ഹെൽത്തിന് അതാണ് നല്ലതെന്നൊരു അറിവ് വന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഉള്ളിയും അടുത്ത സ്റ്റേജിലോട്ട് കയറി, അതിനൊപ്പം തന്നെ നമ്മുടെ തേങ്ങയും മുരിഞ്ഞ് കിട്ടും. ഇനി അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഈ ക്യാരറ്റ്, അതായത് 2 കുഞ്ഞ് ക്യാരറ്റ് ചോപ്പ് ചെയ്തതാണ്. 2 കുഞ്ഞ് ക്യാരറ്റ് ചോപ്പ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളും അല്ലാതെ ഇച്ചിരി പൊടിഞ്ഞ കഷ്ണങ്ങളും ഒക്കെ കാണും. അതൊന്നും കുഴപ്പമില്ല, സ്വാഭാവികം. ഇതന്നെ ഉണ്ടോ, ഇതിൽ ചെറിയ കഷ്ണവും ഉണ്ട്, ഇതന്നെ ഉണ്ടോ വലിയ കഷ്ണവും ഉണ്ട്. അതൊന്നും സാരമില്ല. കറിവേപ്പിലയും വിട്ടു, അതുകൂടെ കിടന്നൊന്ന് വഴണ്ട് വരുമ്പോൾ ഇച്ചിരി ടേസ്റ്റ് കൂടും. നമുക്ക് ലാസ്റ്റ് ഇടാം എന്നുള്ള ഒരു ഇത് വേണ്ട. ഓരോ സ്റ്റേജിലും ഓരോന്ന് ചെയ്യുക, അതിന് കറിക്ക് അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റ് വരും. ഇനി അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് പതുക്കെ ഫ്ലെയിം കുറയ്ക്കുകയോ നമ്മൾ ഓഫ് ചെയ്യുകയോ ചെയ്യാം. കാര്യം ഈ പരുവമായി കഴിഞ്ഞാൽ ഇതിലൊരു ചൂട് നിൽപ്പുണ്ടല്ലോ. അപ്പോൾ ഇത് നമ്മൾ തീ ഓഫ് ചെയ്യുന്നത് നന്നായിരിക്കും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിടുന്ന കൂട്ടിട്ടതിന് ശേഷം ഓണാക്കുക, അല്ലെങ്കിൽ കരിഞ്ഞു പോകത്തില്ലേ. അതുകൊണ്ട് ഓൾറെഡി ഇച്ചിരി മഞ്ഞപ്പൊടി കടല വേവിക്കാൻ നേരത്തിട്ടിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഇച്ചിരി കൂടെ, അതുപോലെ ഇച്ചിരി കൂടെ വേണം. അതായത് ഈ സ്പൂണ് കണ്ടല്ലോ, ഈ സ്പൂണ് നിറച്ച് വേണ്ട, ഇതിൻ്റെ ഹാഫ്. ഇനി ഗരം മസാല 2 സ്പൂണ്, ഇത് ഇച്ചിരി ഇട്ടുള്ളൂ. അതായത് 2 നിറച്ച്, ഇതിൻ്റെ കുഞ്ഞ് സ്പൂണിൻ്റെ 2 നിറച്ചിടണം. 2 നിറഞ്ഞ സ്പൂൺ ഇടണം ഗരം മസാല. മുളക് പൊടി, ഈ സ്പൂണ് ഞാനൊരു 3 പ്രാവശ്യം ഇട്ടെങ്കിലും ഇതിൻ്റെ യഥാർത്ഥ അളവെന്ന് പറയുന്നത് ഒരു നിറഞ്ഞിട്ടുള്ള ഒരു ടേബിൾ സ്പൂൺ മുളകാണ് ഇട്ടിരിക്കുന്നത്.
മല്ലിപ്പൊടി സാധാരണ എല്ലാത്തിലും കുറച്ചല്ലേ ഇടുന്നത്. ഇത് 1 ടേബിൾ സ്പൂണാണ് ഇട്ടതെങ്കിൽ 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ആഡ് ചെയ്യണം. ഇത് നമ്മൾ ഇളക്കുന്നതിന് മുമ്പ് പാനിലെ ചൂട് കാരണം മുളകും ഒക്കെ അതിൻ്റെ പച്ചപ്പ് മാറിയിട്ടുണ്ട്. ഇനി ഒരുപാടിട്ട് നമ്മൾ കറക്കി കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകും. ഇനി അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത്, നമ്മൾ 2 കൊച്ചു തക്കാളി ചോപ്പറിലിട്ട് ചെയ്തതാണ്, നമ്മൾ മിക്സിയിലല്ല ചെയ്തത്. അപ്പോൾ ആ തക്കാളിയായിട്ടും അതിൻ്റെ മിക്സിങ് ആയിട്ടും പഴുപ്പും എല്ലാം കൂടെ ആയിട്ട് ഇങ്ങനെ ഇരിക്കും. കുഴപ്പമില്ല, അതങ്ങനെ തന്നെ ചെയ്യണം. ഇതും പെട്ടെന്നൊരു കടലക്കറി തന്നെയാണ്. കടല വേവിച്ച് വെച്ച് കഴിഞ്ഞു, പിന്നെ നമ്മൾ അരിഞ്ഞു കഴിഞ്ഞു, പിന്നെ വലിയ ജോലിയില്ല. അടുത്ത് നിന്നത് മനസ്സമാധാനത്തോടെ അതിൻ്റെ ചേരുവകൾ ചേർത്ത് നമ്മളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പമുള്ള കറി തന്നെയാണിത്. ഇനി അടുത്ത് നമ്മൾ വേവിച്ച് വെച്ച കടല ആഡ് ചെയ്യുവാണ്. ഉപ്പ് നോക്കാം. ഇച്ചിരൂടെ വേണം. ഇനി നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്ക് നോക്കാം. അതായത് നമ്മൾ ഇപ്പോൾ ഇതിലെ തേങ്ങാപ്പാലോ വേറെ ഒന്നും തന്നെ കടല അരച്ച് ചേർത്തതോ ഒന്നും തന്നെ ഇട്ടിട്ടില്ല. പക്ഷേ തിക്ക് ഗ്രേവി ആയിട്ടുണ്ട്. നമുക്ക് ഇത്രയും കടലയ്ക്ക്, അതായത് ഏകദേശം ഒരു 1.5 ഗ്ലാസ്, ഒരു 1.5 ഗ്ലാസ് കടല, വലുതല്ല, ഇതിനൊരു 2 ഗ്ലാസ് കടല ഇട്ടതാണ്. ഇതിന് ഒരു 2 ഗ്ലാസ് കടല. അപ്പോൾ അതിന് ഇത്രയും ഇൻഗ്രീഡിയൻസേ ആവശ്യമുള്ളൂ. അപ്പോൾ അതിന് നമ്മൾ തിക്ക് ഗ്രേവിയാണ്. ഇത് തിക്ക് ഗ്രേവിയാണ്, കണ്ടോ. ഇതിന് വേറെ ഒന്നും ചേർത്തിട്ടില്ല. പക്ഷേ ഇനി നമുക്ക് ഗ്രേവി ആക്കണമെങ്കിൽ ഒരു ശകലം തേങ്ങാപ്പാലൂടെ ഒഴിച്ചു കൊടുക്കാം. ബാക്കി എല്ലാ ചേരുവകളും കറക്റ്റാണ്. ഇപ്പം നോക്കാം, കണ്ടോ, ഗ്രേവിയുടെ ആ തിക്നെസ് ഉണ്ടോ, എല്ലാം പാകം. കടലയും വെന്തു. നമുക്കിനി ഒരു ഇച്ചിരി തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. സൂപ്പർ കടല ഈസ് ഗെറ്റിംഗ് റെഡി. തേങ്ങാപ്പാൽ ചേർക്കുന്ന ടൈം എത്തി. നമ്മളുടെ ഗ്രേവി ഇത്രയും പരുവത്തിനായി. ഇതിന് 1/2 കപ്പ്, കണ്ടോ, 1/2 തേങ്ങാപ്പാൽ ചേർക്കുവാണ്.
ഇനി അധികം തിള വേണ്ട. തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അധികം തിളയ്ക്കണ്ട. ഒരു തിള വരുമ്പോഴത്തേക്കും നിർത്താം. കടലക്കറി റെഡി ആയിട്ടുണ്ട്. നമ്മളത് ഓഫ് ചെയ്യുവാണ്. നമ്മുടെ കടലക്കറി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കടലക്കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ വേറെ ആരുമല്ല ടേസ്റ്റ് നോക്കുന്നത്, ഞാൻ തന്നെയാണ്. നോക്കാം. എല്ലാം കറക്റ്റ്. ഇതിനിപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചില്ലെങ്കിൽ പോലും നല്ലതായിരുന്നേനെ. എനിക്ക് ഇച്ചിരി കൂടെ ഗ്രേവി ദോശയുടെ കൂട്ടത്തിൽ കഴിക്കാനാണ് ഇത്ര അത്യാവശ്യമായിട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ ഇച്ചിരി കൂടെ ഗ്രേവി വേണമെന്ന് കരുതിയിട്ടാണ് ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചത്. തേങ്ങാപ്പാൽ ഒഴിച്ചില്ലെങ്കിലും ഇത് ഏറ്റവും നല്ല സൂപ്പർ കടലക്കറി തന്നെയാണ്. നിങ്ങളെല്ലാവരും എൻ്റെ ഈ ചേരുവകൾ വെച്ച് ഈ കടലക്കറി ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം. ബൈ.